ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഷ്റൂം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മഷ്റൂം മപ്പാസ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇതിന് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ടേസ്റ്റി റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ബട്ടൺ മഷ്റൂംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മഷ്റൂംസ് 2-3 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. സവാളയുടെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് മസാലയൊക്കെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് പകുതി വേവായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് മഷ്റൂംസ് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് നന്നായി വേകുന്നവരെ കുക്ക് ചെയ്യുക. ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം 1ാം പാൽ ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.